ജീവിതമൊരു നീ കുമിളയല്ലയോ, അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാർ മുമ്പുകൂട്ടി പറഞ്ഞിരുന്ന പ്രവചനങ്ങൾക്ക് നിവൃത്തിയാകുമെന്നും സ്വർഗം വിട്ട് കന്യകയിൽ നിന്ന് ഭൂജാതനായപ്പോൾ ഒരു ബാൻഡ്യവാദ്യമോ ലോകത്തിൻ്റെ ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കോലാഹലമോ ഉണ്ടായിട്ടില്ല. ശിശുവിനെ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. തൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. ദരിദ്രരോടും വിധവകളോടും പാപികളോടുമുള്ള അനുകമ്പയും അവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് വീക്ഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവന് ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അവനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.